أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. തഖബ്ബൽ അല്ലാഹ്. ഇന്നത്തെ കഥാപ്രസംഗ വേദിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ കൂടെ ഗാനമാലപിക്കുന്നത് മാജിദ് ജാൻ, മുഹമ്മദ് അലി ടി എൻ പുരം, ജുമാൻ ടി എൻ പുരം എന്നീ സുഹൃത്തുക്കളാണ്. ധാരാളം ചരിത്ര കഥകൾ പറയാറുണ്ടെങ്കിലും അതിനിടയിലൂടെ ചില സാമൂഹ്യ വിഷയങ്ങളും ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാ, ഇണക്കിളി പറന്ന കല്ലുകയാണ് എന്ന സാമൂഹ്യ വിഷയത്തിൽ തുടങ്ങി ഒട്ടനേകം ചരിത്ര കഥകളും സാമൂഹ്യ വിഷയങ്ങളുമായി ഞങ്ങളുടെ ഈ ടീം നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് മൊബൈൽ ഫോൺ എന്ന ആധുനിക സംവിധാനം നമ്മുടെ വീടുകളിലും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിള്ളലുകളെ കുറിച്ചാണ്. ഏതൊരു സാധനവും അതിൻ്റെ ഗുണത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അത് മിസ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കത് വിനയായി മാറുന്നു. മൊബൈൽ ഫോൺ എന്ന ഉപകരണം കൊണ്ട് എത്രയോ സഹോദരിമാരുടെ ജീവിതം തകർന്നു, എത്രയോ കുടുംബ ബന്ധങ്ങൾ വഷളായി, എത്രയോ ആളുകൾ അതുമൂലം ആത്മഹത്യ ചെയ്തു. എണ്ണിയാലൊടുങ്ങാത്ത വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും ചില നിമിഷത്തിൽ, ചില ദുർബലമായ നിമിഷങ്ങളിൽ നമ്മൾ അതിൻ്റെ കെണികളിൽ വീണുപോകുന്നു. ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് അവൾ പരിധിക്ക് പുറത്ത് എന്ന ഈ കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സജീവ ശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കട്ടെ. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, അതിശയിക്കും ഗാഥയൊന്ന് തുടങ്ങിയിടുന്നേ. ദീൻ മറന്ന് കളിച്ചവർക്ക് പാഠമാണിന്നേ, ശ്രദ്ധയോടെ കേൾക്കണേ ചരിതമൊന്നിന്നേ. ഓർക്കുവിൻ ഗ്രാമത്തിന്റെ തനിമയ ജനിച്ച് ജീവിതം അല്ലലില്ല കുടിലില കഴിച്ച്. ഓർക്കുവിൻ ഗ്രാമത്തിന്റെ തനിമയ ജനിച്ച് ജീവിതം അല്ലലില്ല കുടിലില കഴിച്ച്. മുസ്തഖിമയ വഴിയെന്നും കാണാൻ നനച്ച് മുറ്റി മദിഹിന്നീശൽ കൊട്ടിപ്പാടും തകരിമിതാളം. ബിസ്മിയും ഹംദും സലാത്തും സലാമോതുന്നേ, അതിശയിക്കും ഗാഥയൊന്ന് തുടങ്ങിയിടുന്നേ. ദീൻ മറന്ന് കളിച്ചവർക്ക് പാഠമാണിന്നേ, ശ്രദ്ധയോടെ കേൾക്കണേ ചരിതമൊന്നിന്നേ. അന്നവൾ രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഓതുന്ന ഖുർആനിൻ പരിമളം കവിഞ്ഞ്. അന്നവർ രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഓതുന്നു ഖുർആനിന്റെ പരിമളം കവിഞ്ഞ്. മുസ്തഖിമായ മാനം എന്നും മുന്നിൽ നിറച്ച് മുറ്റി മദിഹിന്നീശൽ കൊട്ടിപ്പാടും തകതിമിതാളം. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, അതിശയിക്കും ഗാഥയൊന്ന് തുടങ്ങിയിടുന്നേ. ദീൻ മറന്ന് കളിച്ചവർക്ക് പാഠമാണിന്നേ, ശ്രദ്ധയോടെ കേൾക്കണേ ചരിതമൊന്നിന്നേ.